ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല കേട്ടോ, മാനസികപരമായിട്ട് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു അംഗത്തെ പോലെ ഞങ്ങൾ കണ്ടിരുന്ന ഞങ്ങളുടെ അമ്മൂട്ടി, ഞാൻ ലാസ്റ്റ് 2 വീഡിയോസ് ഇട്ടത് അവരെക്കുറിച്ചായിരുന്നു. എൻ്റെ വീട്ടിലെ പെറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ. കണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഞങ്ങളുടെ അമ്മൂട്ടീനെ, ലേബർ ഡോഗായിരുന്നു ഞങ്ങളുടെ അമ്മൂട്ടീനെ. അപ്പോൾ അവൾ കഴിഞ്ഞ ചൊവ്വാഴ്ച 9-ാം തീയതി ഞങ്ങളെ വിട്ടു പോയി. അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു. 8.5 വർഷത്തോളം ഞങ്ങളുടെ വീട്ടിലൊരാളെ പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവളില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു കേട്ടോ വീട്ടിലെല്ലാവർക്കും. ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. തിരിച്ചിതുവരെ വീട്ടിൽ പോയിട്ടില്ല. വിഷമം കൊണ്ട് അവളില്ലാത്തൊരു വീട്, എനിക്ക് ആ കൂട് അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. കാരണം വരുമ്പോഴും പോകുമ്പോഴും അവളോട് യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നതും പോരുന്നതും. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുപോയി അവൾക്കത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് കയറുക. അത്രയും പ്രാണനായിട്ട് കൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ അമ്മൂട്ടി. പറയത്തക്ക അസുഖങ്ങളൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ശനിയാഴ്ച അവൾക്ക് കൈക്കൊരു ബുദ്ധിമുട്ട്, അത് ഇടയ്ക്ക് അവൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓടി നടക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കൈ ഉളുക്കിയിട്ട് അങ്ങനെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ വന്നു, ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു പറയത്തക്ക അസുഖമൊന്നുമില്ല, ഞാൻ 2 ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞ ആൾ 2 ഇഞ്ചക്ഷൻ എടുത്തു. അന്നപ്പോൾ അവൾ കുറച്ച് ഭക്ഷണം കഴിച്ചുള്ളൂ. അത് കഴിച്ച് ഞായറാഴ്ച ആയപ്പോഴത്തേനും അവൾക്ക് തീരെ എണീക്കാൻ പറ്റണില്ല. അപ്പം ഞങ്ങൾ ഡോക്ടറെ വീണ്ടും വിളിച്ചു. അപ്പോൾ ഡോക്ടർ വന്നു, ട്രിപ്പ് ഇട്ടു. ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ വന്ന് ട്രിപ്പ് ഇട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണം, അവൾക്ക് എന്താണ് അസുഖം എന്ന് അറിയണം. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൾക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കിഡ്നി, ലിവർ അതിൻ്റെയൊക്കെ ടെസ്റ്റുകളും ഫങ്ഷൻസൊക്കെ അറിയാൻ വേണ്ടി ആ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊന്നും അവൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് ഡോക്ടർ പറഞ്ഞത് പ്രായമായതിനെ തുടർന്നാണ് അവൾക്ക് ഇങ്ങനെ ഒരു ക്ഷീണവും വയ്യായ്കയൊക്കെ. കൈയും കാലും നനക്കാൻ പറ്റണില്ല, ആകെ ഒരു മരവിച്ച പോലെ, കൈക്കും കാലിനും ഒരു സ്വാധീനം ഇല്ലാത്ത പോലെ ആയിരുന്നു. 2 ദിവസം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവളെ ഒരുമിച്ച് പിടിച്ച് കിടത്തി, അങ്ങോട്ട് നീക്കി കിടത്തി, ഇങ്ങോട്ട് നീക്കി കിടത്തി. ഭക്ഷണം ഒന്നും കഴിക്കാൻ ഇറക്കാൻ പറ്റണില്ല, പാല് മാത്രം കുറേശ്ശെ കുടിച്ചിരുന്നുള്ളൂ. അത് മടിയിൽ കിടത്തി കോരി കൊടുക്കും. നമ്മൾ അമ്മൂ എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് എണീക്കാൻ പറ്റണില്ല. അവൾ കണ്ണ് തുറക്കും, വാലാട്ടും നമ്മളെ നോക്കിയിട്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അമ്മൂട്ടി. എനിക്കതൊന്നും കാണാൻ പറ്റില്ല, കാരണം കാണാൻ ആഗ്രഹവുമില്ല. കാരണം എൻ്റെ അമ്മൂട്ടി എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല, ഓടി നടക്കുന്ന ഒരു അമ്മൂട്ടി ഉണ്ട്, അത് മതി. അവളെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ പെട്ടെന്നായിരുന്നു നമ്മുടെ അമ്മൂട്ടി ഞങ്ങളെ വിട്ടു പോയത്. ചൊവ്വാഴ്ച ഒരു 2 മണി 3 മണിയോട് കൂടി അവൾ ഞങ്ങളെ വിട്ടുപോയി. വീട്ടിൽ അച്ഛനും അമ്മയും അന്നേരത്ത് ഉണ്ടായിരുന്നു. അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു. അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റിയില്ല. അച്ഛനും അമ്മയും കൂടി ഓളിട്ട് കരഞ്ഞു. നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ഓടി വന്നു. നമ്മളെ വീട്ടിലൊരാളല്ലേ അവള്. അപ്പോൾ അവള് പോകുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ. അവളൊരിക്കലും ഒരു പട്ടി, നമ്മുടെ വീട്ടിലൊരു കാവല് അത്ര ആയിരുന്നില്ല ഞങ്ങൾക്ക് അവള്. എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞനീത്തി, എൻ്റെ അച്ഛനും അമ്മയ്ക്കായാലും അവളൊരു മകള്. അമ്മൂട്ടിയുടെ അച്ഛൻ എവിടെയാന്ന് ചോദിച്ചാൽ അവൾക്കറിയാം. അവളുടെ അച്ഛൻ ആരാ, അവളുടെ അമ്മ ആരാ, അവളുടെ ചേട്ടൻ ആരാന്ന് അവൾക്കറിയാം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അമ്മൂട്ടി. അപ്പം നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ 2 വീഡിയോസ് കണ്ടവരുണ്ടല്ലോ. അപ്പോൾ അവൾ ഇഷ്ടപ്പെട്ടവർ ഉണ്ടല്ലോ. വീഡിയോസിന് ലൈക്കും ഷോർട്സൊക്കെ ഇടുമ്പോൾ ലൈക്ക് ചെയ്യുന്നവർ, കമൻറ്റ് ചെയ്യുന്നവരും, പട്ടികളെ കുറിച്ച് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അത് കാരണമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അതിൻ്റെ മാനസികമായിട്ട് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. നല്ലൊരു വിഷമം, മൈൻഡ് ശരിയായിരുന്നില്ല. അതിനുശേഷം എനിക്കും പെട്ടെന്ന് വയ്യാതെയായി. ഒരു തലവേദന, ജലദോഷം, പനി, കുറേ കരഞ്ഞു. അതൊക്കെ കാരണം തോന്നുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു വിഷമമുണ്ട്, ഞങ്ങളുടെ അമ്മൂട്ടി പോയ വിഷമം. അവളുടെ കൂട്ടിൽ നോക്കുമ്പോൾ അവിടെ ഇല്ലാത്തൊരവസ്ഥ. എനിക്കത് വീട്ടിലോട്ട് ഇനി പോകുമ്പോൾ അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു പപ്പീനെ മേടിക്കണം എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പപ്പീനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മേടിച്ച് കഴിഞ്ഞാൽ അവളെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.